നമ്മൾ ആദ്യം നമ്മുടെ പ്രോഡക്റ്റിൽ വിശ്വസിക്കണം. ഓക്കെ, നിങ്ങൾ ഇവിടെ വരുന്നത് എന്താണ്, ഐഡിയ പിച്ച് ചെയ്യാനാണ്. ഒരു ഐഡിയ പിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സംരംഭം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എന്റർപ്രണറും ബിസിനസ്മാനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കണം, ഒരു സൊല്യൂഷൻ ആണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആരും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം. നമ്മൾ ഈ എന്റർപ്രണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് എളുപ്പമാണ്, പക്ഷെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഈ ഐഡിയ പിച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ വില്ലിങ് ആണെന്നുള്ളത് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഫസ്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, കാരണം നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റിസൾട്ട് ഇല്ലാത്തതാണ്. ഓക്കെ, നമ്മുടെ ഐഡിയയിലും നമ്മുടെ കോൺഫിഡൻസിലുമാണ് ആദ്യം ആളുകൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പോലെ. ഗവൺമെന്റിലെ ഏത് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ MSME. ഇപ്പൊ കേരളത്തിൽ തന്നെ MSME ഉള്ളത് തൃശ്ശൂരിലാണ് അവരുടെ ഹെഡ് ഓഫീസ് ഉള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ സ്കെയിൽ ചെയ്യാന്നൊക്കെ ഉള്ളതിന് ഐഡിയയും ഓറിയന്റേഷനും അവിടുന്ന് കിട്ടും. അപ്പൊ ആ തരത്തിലൊക്കെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് നല്ല രീതിക്ക് സ്റ്റഡി ചെയ്തിട്ട് വേണം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ഞാൻ അർജുനാന്ന് തോന്നുന്നു, സാർ എനിക്ക് അറിയില്ല, അതും ഒരു റൈറ്റ് ആൻസർ ആണ്. അറിയില്ല എന്ന് പറയുന്നതും അറിയാത്തത് അറിയില്ല എന്ന് പറയണം. അപ്പൊ ആ ഹോണസ്റ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാം. നല്ല സംരംഭകർക്ക് തന്നെ ഉണ്ടാവാൻ പറ്റട്ടെ. കാരണം സംരംഭകരെന്ന് പറയുന്നത് ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്നും സൊസൈറ്റിയിൽ എന്താണ് നല്ല രീതിക്ക് സ്കെയിൽ ചെയ്യാൻ സ്കോപ്പും ഉണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്.